നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ 5-ാം ദിവസവും സമാധാനം അകലെയാണ്. യുഎസിനും ഇസ്രായേലിനുമെതിരെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. 17-ാം ഘട്ട വ്യോമാക്രമണം ആരംഭിച്ചതായി IRGC വ്യക്തമാക്കുന്നു. മിസൈലുകൾ പുതിയതായി വിക്ഷേപിച്ചതായും റിപ്പോർട്ടുണ്ട്. അതിനിടെ ശക്തമായി തിരിച്ചടിക്കുകയാണ് ഇസ്രായേലും. ഗൾഫ് രാജ്യങ്ങളിലെ US കോൺസുലേറ്റുകൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. ഇറാൻ പ്രസിഡന്റ് ഓഫീസ് ഇസ്രായേൽ ആക്രമിച്ചു. എത്രയും വേഗം ചർച്ച നടത്തണമെന്ന് ആസിയാൻ രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാത്രി മുതൽ ആരംഭിക്കും. അതേസമയം പാകിസ്ഥാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരോട് എത്രയും വേഗം കുടുംബത്തോടൊപ്പം രാജ്യം വിടാൻ US നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, 5-ാം ദിവസവും ആക്രമണം ഇരു രാജ്യങ്ങളും കൂടുതൽ കടുപ്പിക്കുന്നു. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. പശ്ചിമ ഏഷ്യ ഇപ്പോഴും വലിയ ഭീതിയിലാണ്. വലിയ ആൾനാശം വരെ സംഭവിക്കുന്നു. ഏകദേശം 1700ഓളം പേർ മരിച്ചുവെന്ന റിപ്പോർട്ടുകളുണ്ട്. ഇന്ന് ഈ 5-ാം ദിവസം എന്താണ് അവിടെ സംഭവിക്കുന്നത്? പ്രത്യേകിച്ചും ആസിയാൻ രാജ്യങ്ങളടക്കം ഈ ചർച്ചകൾക്ക് തയ്യാറാകണം, ചർച്ച നടത്തണം എന്നൊരാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ സമാധാന ചർച്ചകൾക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇപ്പോൾ യുദ്ധം അത് നേരത്തെ പോലെ തന്നെ കലുഷിതമായി തുടരുകയാണ്. എന്നാൽ ഇന്ന് വന്നിട്ടുള്ള ചെറിയൊരു മാറ്റം എന്ന് പറയുന്നത് ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ തങ്ങളുടെ ആക്രമണം അത് കുറച്ചൊന്ന് ഇന്നലത്തേനേക്കാൾ അതിൻ്റെ തോതൊന്ന് കുറച്ചിട്ടുണ്ട്. പക്ഷേ സംഘർഷം അത് ഇപ്പോഴും രൂക്ഷം തന്നെയാണ് പല മേഖലകളിലും. പ്രത്യേകിച്ച് ഇസ്രായേലിലേക്ക് ഇപ്പോൾ പുതുതായിട്ട് കുറേ അധികം മിസൈലുകളും ഡ്രോണുകളും എല്ലാം ഇറാൻ വിക്ഷേപിച്ചു കഴിഞ്ഞു. IRGCയുടെ പുതിയ പ്രസ്താവന അനുസരിച്ച് US-നെതിരെയും അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെയും കൂടുതൽ ആക്രമണം കടുപ്പിക്കുകയാണ് എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. 17-ാം ഘട്ട ആക്രമണമാണ് അവർ ആരംഭിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി 40 മിസൈലുകൾ വിവിധ US-ന്റെ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെയും ഇസ്രായേലിനെതിരെയും തൊടുത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 230 ഡ്രോണുകളും തൊടുത്തുവിട്ടതായിട്ടാണ് അവർ അവകാശപ്പെടുന്നത്. പ്രധാനമായിട്ടും ഈ ഡ്രോണുകൾ ഈ തൊടുത്തുവിട്ട ചില ലൊക്കേഷൻസും അവർ പറയുന്നുണ്ട്. അതായത് ഇറാഖിലുള്ള എർബിൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള US-ന്റെ താവളം, അതുപോലെ തന്നെ അലി അൽ സലേം എയർബേസ് ക്യാമ്പ്, അതുപോലെ കുവൈറ്റിലുള്ള അരിഫ്ജാൻ ക്യാമ്പ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ ഡ്രോണുകൾ തൊടുത്തുവിട്ടിട്ടുള്ളത്. ഇതിനിടെ ഇസ്രായേൽ അറിയിച്ചിട്ടുള്ളത് ഇറാനെതിരെ കൂടുതൽ ആക്രമണം കടുപ്പിച്ചതായി ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. അടുത്ത ഘട്ട എയർ സ്ട്രൈക്കുകൾ ടെഹ്റാനിൽ ആരംഭിച്ചതായിട്ടും ഇസ്രായേൽ നിലവിൽ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അതിനിടെ ഇറാനിലുള്ള ചില വാർത്താ മാധ്യമങ്ങളും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ടെഹ്റാനിൽ കൂടുതൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ടാണ് ഈ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്. അതിനിടെ ഒരു ഹെംസ് ഡ്രോൺ എന്ന് പറയുന്ന ഹെംസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഡ്രോൺ അത് കെർമൻ നഗരത്തിന് സമീപം വെച്ച് IRGC വെടിവെച്ചിട്ടതായിട്ട് അവർ ഒരു വാർത്താ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇതിനിടെ പുതുതായിട്ട് പുറത്തു വരുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ അത് ഉടൻ തന്നെ ആരംഭിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിന് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സംസ്കാര ചടങ്ങുകളായിരിക്കും നൽകുക. ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ അത് ഇന്ന് രാത്രി ടെഹ്റാനിൽ ആരംഭിക്കും. ആയത്തുള്ള അലി ഖമനയുടെ സ്വന്തം ജന്മനാട്ടിൽ തന്നെ മൃതദേഹം സംസ്കരിക്കാനാണ് നീക്കം. ഇറാന്റെ പരമോന്നത നേതാവാണ്. ഏറെ വൈകാരികമായിട്ടുള്ള കാഴ്ചകളായിരിക്കും ഇനി ഇറാനിൽ ഉണ്ടാവുക. പ്രത്യേകിച്ച് സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാത്രിയോടുകൂടി ആരംഭിക്കുമ്പോൾ ഈ ആയത്തുള്ള ഖമനിയുടെ പിൻഗാമി ആരാണെന്ന ചോദ്യമായിരുന്നു ഇത്രയും ദിവസം ഉയർന്നു വന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ പിൻഗാമിയാകും എന്ന രീതിയിലുള്ള വിവരങ്ങൾ ഇറാൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനിടെ ഇസ്രായേൽ പറയുന്നത് ഖമനിയുടെ പിൻഗാമി ആരാണെങ്കിലും അവരെയും വധിക്കുമെന്ന്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? അതായത് വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുന്ന പരാമർശങ്ങൾ, വാക്കുകൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും വീണ്ടും യുദ്ധം കലുഷിതമാകില്ലേ? ഈ ഖമനിയുടെ പിൻഗാമി ആരാണെങ്കിലും സ്വാഭാവികമായും അതിന് തിരിച്ചടി നൽകും. ഖമനിയുടെ കൊലപാതകത്തിന്, രക്തസാക്ഷിത്വത്തിന് തിരിച്ചടി നൽകുമെന്ന് ഉറപ്പിച്ച് ഇറാൻ നിൽക്കുമ്പോൾ കൂടുതൽ സംഘർഷഭരിതമാകില്ലേ സാഹചര്യങ്ങൾ? അജയ്.
തീർച്ചയായിട്ടും ഇപ്പോൾ ഖമനയുടെ ഒരു രക്തസാക്ഷിത്വത്തിൽ അതിന് പ്രതികാരമായിട്ടുള്ള ആക്രമണങ്ങൾ അത് IRGCയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ മേഖലയിൽ മാത്രമാണ് ഇറാന് ഒരു അനിശ്ചിതത്വമുള്ളത്. അതിന് പുതിയൊരു നേതാവിനെ കണ്ടെത്തി ആ ഒരു പ്രശ്നം എത്രയും വേഗം പരിഹരിക്കാനാണ് ഇറാൻ ഇപ്പോൾ ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാത്രി തന്നെ ആരംഭിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12 മണിയോടെയാകും ടെഹ്റാനിൽ ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. ഖമനയുടെ ജന്മനാട്ടിൽ തന്നെ മൃതദേഹം സംസ്കരിക്കും എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഈ മജിദുൽ ഖമനയെ തന്നെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കും എന്നാണ് ചില വിവരങ്ങളൊക്കെ ചില റിപ്പോർട്ടുകളെല്ലാം വരുന്നത്. പക്ഷേ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവന ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുൻപേ പുറത്തു വന്നു. അതായത് ഇസ്രയേൽ പറയുന്നത് ആയത്തുള്ള അലി ഖമനയുടെ പിന്തുടർച്ചാവകാശി അത് ആരാണെങ്കിലും അയാളെയും കൊലപ്പെടുത്തും എന്നതാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്ന ഒരു കാര്യം. നിലവിൽ നേരത്തെ ട്രംപും ആയത്തുള്ള അലി ഖമനയുടെ പിന്തുടർച്ച അവകാശിയെ പറ്റി ഒരു പരാമർശം നടത്തിയിരുന്നു. അതായത് ഇറാനിൽ ഇനി ഖമനൈ എന്നല്ല ആര് അധികാരത്തിൽ വന്നാലും, അദ്ദേഹത്തിൻ്റെ മകനാണെങ്കിലും മറ്റാര് അധികാരത്തിൽ വന്നാലും അവിടുത്തെ പ്രശ്നങ്ങൾ അത് മാറാൻ പോകുന്നില്ല. അതിന് നിലവിലുള്ള ഭരണകൂടം ഒന്നാകെ മാറണം എന്നാണ് ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രംപിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇറാൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും പിടിച്ചെടുത്ത് അവിടെ ട്രംപിനും കൂടി ഒരു സ്വീകാര്യനായിട്ടുള്ള ഒരു നേതാവിനെ അധികാരത്തിൽ കൊണ്ടുവരികയാകും. ഇതിന് പല വിമത ശക്തികളും നിലവിൽ ശ്രമം നടത്തുന്നുണ്ട്. ഇതിനിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രയേൽ വളരെ കടുത്ത രീതിയിൽ തന്നെ ഇറാനെതിരെ നീക്കം നടത്തുകയാണ്. ഇപ്പോൾ ടെഹ്റാനിൽ അടുത്ത ഘട്ട ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. അതിനിടെ ഇറാനകത്ത് തന്നെ ചിലർ ഇസ്രായേലിനകത്ത് തന്നെ ചിലർ ഇറാൻ അനുകൂല നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെയും ഇസ്രായേൽ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇറാനെ പിന്തുണച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇസ്രായേലിനുള്ളിൽ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ വെസ്റ്റ് ബാങ്കിൽ നിന്നാണ് പിടികൂടിയതെന്നാണ് വിവരം ലഭിക്കുന്നത്. അറസ്റ്റിലായതിൽ ഒരാൾ പാലസ്തീൻ്റെ ഒരു അതോറിറ്റിയുടെ ഒരു മുഖ്യ ഉപദേഷ്ടാവ് കൂടിയാണ്. അതുപോലെ മറ്റൊരു വിവരം വരുന്നത് UAEക്ക് നേരെ വന്നിട്ടുള്ള ഒരു ഇറാനിയൻ ഡ്രോൺ ഫ്രാൻസ് വെടിവെച്ചിട്ടു എന്ന് പറയുന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഫ്രാൻസ് നേരത്തെ തന്നെ ഈ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾക്ക് പിന്തുണയുമായിട്ട് അവരുടെ സൈനിക സഹായം ഉൾപ്പെടെ നൽകിയിരുന്നു. മറ്റ് പ്രതിരോധ മാർഗങ്ങളും ഫ്രാൻസ് വിന്യസിച്ചിരുന്നു. ഇപ്പോൾ UAEക്ക് നേരെ വന്ന ഒരു ഡ്രോൺ ഫ്രാൻസ് നിലവിൽ വെടിവെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രാൻസ് കൂടി നിലവിൽ ഇതിലൊരു പങ്കാളിയാവുകയാണ്. എന്നാൽ അവർ പോരാട്ടത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല. അവർ ഈ ഗൾഫ് രാജ്യങ്ങളുമായി ഒപ്പിട്ട ഒരു പ്രതിരോധ കരാർ പ്രകാരമാണ് ഈ സംഘർഷത്തിൽ വന്നിട്ടുള്ളത്. അതായത് ഗൾഫ് രാജ്യങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ തങ്ങൾ അത് പ്രതിരോധിക്കും എന്നാണ് ഫ്രാൻസ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഫ്രാൻസ് US-ൻ്റെയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെയും ആക്രമണങ്ങളെ അപലപിക്കുന്നുമുണ്ട്. ഇതിലൊരു പക്ഷം ചേരാത്ത നിലപാടാണ് ഫ്രാൻസ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കുവൈറ്റിലുള്ള അൽ ഉബൈദ് US എയർബേസിലേക്ക് ഇറാൻ ഒരു മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിൽ ആൾനാശമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2 ബാലിസ്റ്റിക് മിസൈലുകളാണ് തൊടുത്തുവിട്ടത്. അതിൽ ഒരു ബാലിസ്റ്റിക് മിസൈലാണ് ഈ അൽ ഉബൈദിലുള്ള US എയർബേസിൽ പതിച്ചത്. മറ്റൊന്ന് അത് കുവൈറ്റ് ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിക്കുകയാണ് ഉണ്ടായതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വിവരം നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വരുന്നുണ്ട്. അതായത് ശ്രീലങ്കൻ തീരത്ത് ഒരു ഇറാനിയൻ കപ്പൽ മുങ്ങിപ്പോയി എന്നുള്ള വിവരമുണ്ട്. ഈ കപ്പലിൽ 180 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 30 പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. എന്നാൽ ഈ കപ്പൽ മുങ്ങാനുണ്ടായ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. US-ൽ നിന്നുണ്ടായ ആക്രമണത്തെ തുടർന്നാണ് ഈ കപ്പൽ മുങ്ങിയതെന്നാണ് സംശയിക്കുന്നത്. ശ്രീലങ്കൻ നേവിയും എയർഫോഴ്സും സംയുക്തമായി രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ നടത്തി എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ ഈ കപ്പലിന് ആക്രമണം നേരിട്ട് ഈ കപ്പൽ മുങ്ങുന്ന ഒരു ഘട്ടത്തിൽ ശ്രീലങ്കൻ തീരത്ത് അഭയം പ്രാപിച്ചതാകാം. അതിനിടെ കപ്പലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൂടുതൽ ഇത്തരത്തിൽ ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം അത് പൂർണ്ണമായിട്ടും ഇപ്പോൾ നിലച്ച മട്ടാണ്. ഈ ഇറാൻ പൂർണ്ണമായിട്ടും ആ മേഖലയുടെ ഒരു അധികാരം കൈയടക്കി വെച്ചിരിക്കുന്നു. ഈ മേഖലയിലൂടെ ഒരു ഗതാഗതവും അനുവദിക്കില്ല എന്നാണ് IRGC നിലപാടെടുത്തിട്ടുള്ളത്. അതേസമയം US വ്യക്തമാക്കുന്ന ഒരു കാര്യം, മേഖലയിലൂടെ ഗതാഗതം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് US അവരുടെ നേവൽ ഫോഴ്സിനെ വിട്ടയക്കും, ഇവിടങ്ങളിലൊരു സുരക്ഷ ഒരുക്കും എന്നാണ് US പറയുന്നത്. അപ്പോൾ അത്തരമൊരു നീക്കം US നടത്തുകയാണെങ്കിൽ ഈ കടൽ മാർഗം കേന്ദ്രീകരിച്ച് സംഘർഷം അത് കൂടുതൽ ശക്തമാകാനുള്ള ചില സാധ്യതകളുമുണ്ട്. അതുപോലെ ടെഹ്റാനിലുള്ള ചില സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നതായിട്ട് വിവരമുണ്ട്. ഇങ്ങനെ ഈ യുദ്ധം നീണ്ടുപോയാൽ അത് ഏതൊക്കെ രാജ്യങ്ങളെ ആയിരിക്കും കൂടുതലായും ബാധിക്കുക? കാരണം
പശ്ചിമേഷ്യയിൽ സംഘർഷഭരിതമാണ് സാഹചര്യങ്ങൾ. അതിപ്പോഴും വിമാന സർവീസുകൾ പോലും പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടില്ല. പല രാജ്യങ്ങളും ഇപ്പോഴും ഭീതിയുടെ മുനമ്പിലാണ്. മറ്റേത് എങ്ങനെയായിരിക്കും ഇങ്ങനെ യുദ്ധം നീണ്ടുപോയാൽ ഏതൊക്കെ മേഖലകളെ ആയിരിക്കും ബാധിക്കുക എന്നാണ് നിരീക്ഷകർ പറയുന്നത്? അജയ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ എണ്ണ വ്യാപാരം തന്നെയാണ്. അതായത് ലോകത്തിലുള്ള എണ്ണ വ്യാപാരത്തിൻ്റെ 20 മുതൽ 25% നിയന്ത്രിക്കുന്നത് ഈ ഹോർമുസ് കടലെടുക്കാണ്. അപ്പോൾ ഇതുവഴിയുള്ള ഒരു ഗതാഗതം അത് നിലച്ചു കഴിഞ്ഞാൽ അത് ആഗോളതലത്തിലുള്ള ക്രൂഡ് ഓയിൽ വിലയെ തന്നെ ബാധിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ ഏഷ്യൻ മാർക്കറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ഏതാണ്ട് 15% ക്രൂഡ് ഓയിൽ വില ഉയരുകയാണ് ചെയ്തത്. അതുമാത്രമല്ല പല രാജ്യങ്ങളിലെയും ഈ സെൻസെക്സ് സൂചികകൾ അതുപോലെ തന്നെ മാർക്കറ്റ് എല്ലാത്തിലും വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഏഷ്യൻ മാർക്കറ്റിനെയാണ് അത് ബാധിച്ചത്. സൗത്ത് കൊറിയയ്ക്ക് ഉൾപ്പെടെ വലിയ തോതിൽ നഷ്ടം സംഭവിച്ചു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ ആസിയാൻ രാജ്യങ്ങൾ സംയുക്തമായി യുദ്ധത്തിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഈ പ്രശ്നങ്ങൾ എത്രയും വേഗം ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്നതാണ് ആസിയാൻ രാജ്യങ്ങൾ സംയുക്തമായി ഇറക്കിയിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. ഇതിനിടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു വ്യാപാര മേഖല സംബന്ധിച്ചുള്ള വാർത്ത എന്ന് പറയുന്നത് ഇന്ന് രാവിലെ തന്നെ വന്നത് സെൻസെക്സ് 1600 പോയിന്റ് ഇടിഞ്ഞു എന്നുള്ളതാണ്. നിഫ്റ്റിയും 490 പോയിന്റ് താഴ്ന്നു പോയിട്ടുണ്ട്. രൂപയുടെ മൂല്യവും ഡോളറിനെതിരെ 66 പൈസ ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കനത്ത നഷ്ടങ്ങൾ അത് ഇന്ത്യയുടെ മാർക്കറ്റിലും ഉണ്ടായിട്ടുണ്ട്. സ്വർണ്ണവിലയിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഈ സംഘർഷങ്ങൾ കാരണം കൂടുതൽ പേർ ഡോളർ ഒരു സുരക്ഷിത നിക്ഷേപമല്ല എന്ന് കണക്കാക്കിക്കൊണ്ട് സ്വർണ്ണത്തിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിച്ചത് കാരണം ആണ് ഈ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ഈ വ്യതിയാനങ്ങൾ. കഴിഞ്ഞ വർഷവും ഈ ഇറാനിൽ US ആക്രമണം നടന്ന സമയത്ത് സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അത് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ച ശനിയാഴ്ച ആക്രമണങ്ങൾ ആരംഭിച്ച് പിന്നീട് ഈ തിങ്കളാഴ്ച മാർക്കറ്റ് തുറന്നതിന് ശേഷമാണ് ഇത്ര വലിയൊരു വ്യതിയാനം അത് ആഗോള മാർക്കറ്റിൽ കാണാനായത്. ഞായറാഴ്ച ഉൾപ്പെടെ അവധിയായിരുന്നു. അതിനുശേഷം തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് ഇത്ര വലിയൊരു ഇടിവ് എല്ലാ മേഖലയിലും കാണാൻ സാധിച്ചത്. ക്രൂഡ് ഓയിൽ വില തന്നെ അനിയന്ത്രിതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കൂടുകയാണെങ്കിൽ ഇന്ത്യയിലും പെട്രോളിൻ്റെ ഡീസലിൻ്റെ വിലയിലും വർധനവുണ്ടാകും. സ്വാഭാവികമായിട്ട് അത് കൂടാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ കടുത്ത പ്രശ്നങ്ങൾ ഈ മേഖലയിൽ തുടരുകയാണ് എന്നതാണ് വാസ്തവം. എന്തെങ്കിലും ഒരു സമവായ ചർച്ചകൾ അല്ലെങ്കിൽ മേഖലയിലുള്ള ഗതാഗതം സുഗമമാക്കാനുള്ള മറ്റൊരു നടപടി ഇവയൊന്നും സ്വീകരിച്ചില്ലെങ്കിൽ അത് എല്ലാ തലത്തെയും മോശമായി ബാധിക്കും. ഇന്ത്യയുടെ കയറ്റുമതി മേഖലയും പ്രതിസന്ധിയിലാണ്. കാര്യം ഇന്ത്യ GCC രാജ്യങ്ങളിലേക്ക് ഒരുപാട് ആഭരണങ്ങൾ, രത്നങ്ങൾ, അതുപോലെ ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾ, എഞ്ചിനീയറിംഗ് വസ്തുക്കൾ, അതുപോലെ അരി, ഭക്ഷണ സാധനങ്ങൾ, ബസുമതി അരി പ്രധാനമായിട്ടും ഇന്ത്യ ഇറാനിലേക്കും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഭക്ഷണ സാധനങ്ങളുടെ കയറ്റുമതി ഇതെല്ലാം മോശമായി ബാധിക്കാം. അത് ഇന്ത്യയിലേക്കുള്ള ഡോളറിൻ്റെ വരവിനെയും അത് കുറയ്ക്കും. അങ്ങനെ ഡോളർ നിക്ഷേപം ഇന്ത്യയിൽ കുറയുകയാണെങ്കിൽ അത് നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക ഭദ്രതയടക്കം ബാധിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയും നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ യുദ്ധം സാമ്പത്തികപരമായിട്ട്. അപ്പോൾ എന്തായാലും ഈ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം പല സ്ഥലങ്ങളിൽ നിന്നും നടക്കുന്നുണ്ട്. എന്തായാലും ഇത് US-ഓ ഇസ്രായേലോ ഇറാനോ മനസ്സ് വയ്ക്കാതെ അത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യമാണ് വ്യാപകമായി നിലനിൽക്കുന്നത്. വ്യക്തമാണ്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും യുദ്ധം 5-ാം ദിവസത്തേക്ക് നീളുമ്പോൾ പശ്ചിമേഷ്യയിൽ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിലും അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടി വന്നേക്കാം. കാരണം എണ്ണയുടെ വർധന, വിപണിയുടെ തകർച്ച, സ്വർണത്തിൻ്റെ വില ഉയരുന്നൊരു സാഹചര്യം, അതോടൊപ്പം ഇതിങ്ങനെ നീണ്ടുപോയാൽ മറ്റ് പല ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. മാത്രമല്ല നിരവധി മനുഷ്യജീവനുകളാണ് യുദ്ധത്തിൽ, നിരപരാധികളാണ് കൊല ചെയ്യപ്പെടുന്നത്. നിലവിൽ 1700ഓളം പേർ യുദ്ധത്തിൻ്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഒരുപക്ഷെ ഇനി റിപ്പോർട്ട് ചെയ്യാത്ത ചില വിവരങ്ങളുമുണ്ട്, കണക്കുകളുണ്ട്. യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇരു രാജ്യങ്ങളും തയ്യാറല്ല. അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ ഇറാനും ഇസ്രായേലും മുന്നോട്ട് പോകുന്നു. അമേരിക്ക കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുന്നു. അതിനിടെ ആസിയാൻ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ചർച്ച ചെയ്യണം, സമാധാനം വേണം എന്ന ആവശ്യമാണ് ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഉന്നയിക്കുന്നത്.
സ്പോട്ട് ലൈവിന് പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂരിൽ 2 സ്ത്രീകളെ പീഡിപ്പിച്ച കേസിൽ ജിം ട്രെയിനർ അറസ്റ്റിൽ. തൃശൂർ ചേർപ്പ് സ്വദേശി അജ്മലാണ് പോലീസിന്റെ പിടിയിലായത്. കൂർക്കഞ്ചേരിയിലെ F2 ഫിറ്റ്നസ് സെന്ററിൽ പീഡനത്തിനിരയായി എന്നാണ് സ്ത്രീകളുടെ പരാതി. ഒരു യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നും മറ്റൊരു യുവതിയെ മദ്യം നൽകി പീഡിപ്പിച്ചുവെന്നുമാണ് പരാതി. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഒരു ജിം ട്രെയിനറാണ് ഈ രീതിയിൽ 2 യുവതികളെ ലൈംഗികമായി പീഡിപ്പിച്ചത്. വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡനമെന്ന് പറയുന്നു. ഈ ജിമ്മിൻ്റെ മറവിലാണോ, ഈ ഫിറ്റ്നസ് സെൻറ്ററിൻ്റെ മറവിലായിരുന്നോ ഈ രീതിയിലുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ലൈംഗിക ചൂഷണമൊക്കെ നടന്നത്? ടോം, പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ രീതിയിൽ തന്നെയാണ് ഇവരെ ഇതിന് മറയാക്കിയിരുന്നത് എന്ന് ആണ് പറയുന്നത്. ഈ ഫിറ്റ്നസ് സെൻറ്ററിനെ തന്നെ F2 ഫിറ്റ്നസ് സെൻറ്റർ എന്ന് പറയുന്നത് ഈ സെൻറ്ററിനെ തന്നെ മറയാക്കിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്നതാണ് പോലീസ് പറയുന്നത്. ഇത് 2 വ്യത്യസ്ത കേസുകളാണ്. ഒന്ന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു കേസും അതോടൊപ്പം ഒന്ന് മദ്യം നൽകി ഇയാൾ പീഡിപ്പിച്ചു എന്ന കേസുമാണ്. പക്ഷേ ഈ 2 പേർക്കും അറിയില്ലായിരുന്നു ഇയാൾ വിവാഹ വാഗ്ദാനം നൽകിയവർക്ക് മറ്റൊരു യുവതിയുമായിട്ട് ഇയാൾക്ക് ബന്ധമുള്ള കാര്യമൊന്നും തന്നെ അറിയില്ലായിരുന്നു. പിന്നീടാണ് ഇവർക്കിത് പരസ്പരം മനസ്സിലാകുന്നതും അതിനുശേഷം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയുമാണ് ഉണ്ടായത്. ഇതിനുശേഷമാണ് പോലീസ് 2 കേസും 2ആയിട്ട് തന്നെ എടുത്ത് FIR ഇടുകയും മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സമാനമായൊരു സംഭവം ഇതിനു മുൻപും ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 3ാമത്തെ കേസ് എന്ന് പറയേണ്ടി വരുന്നു. അപ്പോൾ 3 കേസുകൾ അയാൾക്കെതിരെ ഉണ്ട്. അന്ന് സ്വദേശമായ ചേർപ്പിൽ വെച്ച് തന്നെയാണ് ഈ വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട് മറ്റൊരു യുവതിയെ പീഡിപ്പിച്ചു വന്ന ഒരു കേസ് കൂടി ഇയാൾക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. പോലീസിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ അന്വേഷണത്തിൽ അതുകൂടി ബോധ്യപ്പെടുന്നുണ്ട്. ഇത് ഇയാളുടെ ഒരു സ്ഥിരം രീതിയാണോ എന്നതെല്ലാം തന്നെ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള അന്വേഷണത്തിലാണ് ഈ കേസ് കൂടി പെടുന്നത്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെയായി ഇപ്പോൾ 3 കേസുകളാവുന്നു. അപ്പോൾ എവിടെയെങ്കിലും കേസുകളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ച് വരികയാണ്. പ്രധാനമായും തന്നെ ഇയാളുടെ ഒരു രീതി വിവാഹ വാഗ്ദാനം നൽകുക, സ്ത്രീകളുമായിട്ട് അടുപ്പം കൂടുക, പിന്നെ അവരുമായിട്ട് ബന്ധം സ്ഥാപിച്ച ശേഷം അവരെ ഈ ലൈംഗികമായി അവരെ ഉപയോഗിക്കുക എന്നതെല്ലാം തന്നെയാണ് ഇയാൾ അനുവർത്തിക്കുന്നത്. ഫിറ്റ്നസിൻ്റെ ട്രെയിനിങ് സെൻ്ററാണ് ഇതിൽ. അവിടെ വരുന്നവർക്കെല്ലാം തന്നെ ഇയാളുടെ ഒരു ഇടപെടലെല്ലാം തന്നെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ച് വരികയാണ്. നെടുമ്പുഴ പോലീസാണ് ഇപ്പോൾ ഇതിൽ കേസെടുത്ത് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തൃശ്ശൂർ നെടുമ്പുഴ പോലീസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും കേസിൽ കൂടുതൽ അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ ചേർപ്പിൽ തന്നെ നടത്തിയ അന്വേഷണത്തിൽ ഒരു കേസ് കൂടി ഉണ്ട് എന്നത് ബോധ്യപ്പെട്ടിരിക്കുന്നു. മറ്റെവിടെയെങ്കിലും ഇയാൾ ഇതുപോലെ ഈ ഫിറ്റ്നസ് സെൻ്ററുമായിട്ട് നടത്തിപ്പുണ്ടായിരുന്നു? അതായത് 3 പേരെ നിലവിൽ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു വാർത്ത അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേർ ഇനി പരാതിയുമായി രംഗത്തെത്താനുള്ള സാധ്യതയുണ്ടോ? കാരണം ഇങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ 3 സ്ത്രീകളെയാണ്, യുവതികളെയാണ് ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തത്. ഈ ജിം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. സ്വാഭാവികമായി ഇതിൻ്റെ മറവിൽ പല രീതിയിൽ നിരവധി പേരെ ഇയാൾ ലൈംഗികം ചൂഷണം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? പോലീസ് ആ തലത്തിൽ അന്വേഷിക്കുന്നുണ്ടോ? പോലീസ് ആ ഒരു സാധ്യത പരിശോധിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ നടത്തിയ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഒരു കേസ് കൂടി വളരെ പെട്ടെന്ന് രജിസ്റ്റർ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു. കാരണം ചേർപ്പിൽ തന്നെ ഒരു കേസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ ഈ 3 കേസുകളുടെയും ഒരു രീതി എല്ലാം തന്നെ ഒന്ന് തന്നെയാണ്. അയാൾ നീങ്ങിയ കാര്യങ്ങളും എല്ലാം തന്നെ ഒരേ രീതിയിൽ തന്നെയാണ്. സമാനമായ രീതിയിൽ പെൺകുട്ടികളോട് അവരോട് സംസാരിക്കുക, അവരെ വശീകരിക്കുക, ഈ രീതിയിൽ അവരെ ഉപയോഗിക്കുക, ലൈംഗികമായി ഉപയോഗിക്കുക, ഇതെല്ലാം തന്നെയാണ് ഇയാൾ ചെയ്തു പോകുന്നത്. അപ്പോൾ 3 കേസുകളിലും ഒരേ മോട്ടീവ് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് സംശയിക്കുന്നത് കേസുകൾ ഇനിയും ഉണ്ടാകാമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. കാരണം മറ്റിടങ്ങളിലെല്ലാം ഇതുപോലെ ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ പരാതികൾ വരാനുള്ളൊരു സാധ്യതയാണ് പോലീസ് മുന്നിൽ കാണുന്നത്. കാരണം ഇപ്പോൾ 3 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇയാൾ ഇപ്പോൾ ഈ രീതിയിൽ മറ്റാർക്കെങ്കിലും ഈ വിവാഹ വാഗ്ദാനം നൽകി ഈ രീതിയിൽ തുടർന്നുകൊണ്ട് പോകുന്നുണ്ടോ എന്നതെല്ലാം പരിശോധിക്കപ്പെടുകയാണ്. അപ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഉള്ള ഒരു അന്വേഷണത്തിലും അല്ലെങ്കിൽ പോലീസിനെ തേടി മറ്റ് പരാതികൾ എത്താനുള്ള ഒരു സാധ്യതയും വളരെ സജീവമായിട്ട് തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. വ്യക്തമാണ്.
ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിലാണ് ജിം ട്രെയിനറെ ലൈംഗിക പീഡന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 സ്ത്രീകളുടെ പരാതിയിലാണ് നടപടി. നിലവിൽ ഇയാൾക്കെതിരെ 3 പേർ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ടെന്നാണ് വിവരം. കൂടുതൽ പേരെ ഈ പ്രതി ജിം ട്രെയിനർ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം. ഇടവേള. മധ്യേഷ്യ വീണ്ടും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലായിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഇസ്രയേൽ ഇറാൻ ശത്രുത ഇപ്പോൾ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ അതിന്റെ പ്രകമ്പനം ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിപണികളിൽ പ്രതിഫലിച്ചു തുടങ്ങിക്കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 2ാം വരവും ഇറാനെതിരെയുള്ള അദ്ദേഹത്തിന്റെ കർശനമായ നിലപാടുകളും പ്രതികാരം എന്ന പ്രഖ്യാപനവും ആഗോള വിപണികളെ അക്ഷരാർത്ഥത്തിൽ ഉലച്ചുകളഞ്ഞു. 2026 മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ ആഗോള വിപണി സാക്ഷ്യം വഹിക്കുന്നത് സമീപകാലത്തെ ഏറ്റവും വലിയ തകർച്ചയ്ക്കും വിലക്കയറ്റത്തിനുമാണ്. ഓഹരി വിപണികളിൽ ചോരപ്പുഴ ഒഴുകുമ്പോൾ ഇന്ധനവിലയും സ്വർണ്ണവിലയും സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്ന രീതിയിൽ കുതിച്ചുയരുകയാണ്. ഈ പ്രതിസന്ധിയുടെ പ്രഭവ കേന്ദ്രം തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കാണ്. ലോകത്തിലെ എണ്ണ കയറ്റുമതിയുടെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കടലിടുക്ക് അടയ്ക്കുമെന്ന ഇറാന്റെ ഭീഷണി ആഗോള ഊർജ്ജ വിപണിയെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നു. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടം മൂർച്ഛിച്ചതോടെ കപ്പൽ നീക്കം തടസ്സപ്പെടുമെന്ന ഭയം ക്രൂഡ് ഓയിൽ വിലയെ ഒറ്റയടിക്ക് സ്പോട്ട് ലൈവ് തുടരുന്നു. നീണ്ട നാളത്തെ ജയിൽവാസത്തിന് ശേഷം CPM നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ A. പത്മകുമാർ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജാമ്യം ലഭിച്ചതോടെയാണ് പത്മകുമാറിന് പുറത്തേക്ക് വഴി തെളിയുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 2 കേസുകളിലും ജാമ്യം ലഭിച്ചതോടെ പത്മകുമാർ ഇന്ന് തന്നെ ജയിൽ മോചിതനാകും. വിവരങ്ങളുമായി S. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, തുടക്കം മുതൽ ഉയർന്നു വന്നൊരു ആക്ഷേപം പത്മകുമാറിനെ പോലെ CPM ഉന്നതർക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയാണ് കുറ്റപത്രം സമർപ്പിക്കാൻ SIT വൈകുന്നതെന്നാണ്. ഒടുവിൽ പത്മകുമാറും പുറത്തേക്ക് ഇറങ്ങുന്നു. കാര്യങ്ങൾ ഇനി എളുപ്പമാകുന്നു. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളെല്ലാം പുറത്തേക്ക് ഇറങ്ങുന്നത് ഇനി ആ കേസിനെ ബാധിക്കില്ലേ? ഇത് അന്വേഷണം വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുമോ? ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വീണ്ടും ഒരു ജാമ്യം, അതായത് ഈ കേസിലെ എട്ടാമതായി പുറത്തിറങ്ങുന്ന ഒരാളാണ് പത്മകുമാർ. പത്മകുമാറിന് ജാമ്യം ലഭ്യമായി. നിലവിൽ ശബരിമല ഈ സ്വർണ്ണക്കൊള്ള കേസിൽ നവംബർ 20-നാണ് കട്ടളപ്പാളി കേസിൽ ആദ്യം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് SIT ഡിസംബർ 4-ന് ദ്വാരപാലക ശില്പ കേസിലും അറസ്റ്റ് ചെയ്യും. അങ്ങനെ 2 കേസിലാണ് നിലവിലെ അറസ്റ്റിലായത്. അങ്ങനെ തുടർന്ന് 90 ദിവസം പിന്നിട്ടപ്പോഴാണ് 2ാമത്തെ കേസിലും ഇപ്പോൾ ജാമ്യം ലഭ്യമായി, സ്വാഭാവിക ജാമ്യം ലഭ്യമായി പുറത്തിറങ്ങുന്നത്. ആദ്യം കട്ടളപ്പാളി കേസിൽ തന്നെ ജാമ്യം ലഭ്യമായിരുന്നു. പിന്നീട് ഇന്ന് ദ്വാരപാലക ശില്പ കേസിലും ജാമ്യം കിട്ടി. നിലവില് പ്രോസിക്യൂഷൻ അടക്കം വാദിച്ചത് ജാമ്യം ലഭ്യമാവുകയാണെങ്കിൽ ഉപാധികളോടെ ആയിരിക്കണം ജാമ്യം കൊടുക്കേണ്ടതെന്നുള്ളതാണ്. കാരണം മറ്റ് പ്രതികൾക്കും കർശനമായ ഉപാധികൾ ഉണ്ടായിരുന്നു. അതേ ഉപാധികൾ, ഏകദേശം ഒരു 11 ഉപാധികളാണ് ഈ ജാമ്യ ഉത്തരവിൽ തന്നെ പറയുന്നത്. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, തെളിവ് നശിപ്പിക്കരുത്, മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുക, അങ്ങനെ തുടങ്ങിയ ഒരു 11-ൽ പരം ഉപാധികളോടെയാണ് ജാമ്യം ലഭ്യമായിരിക്കുന്നത്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ CPM-ന്റെ അംഗം, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം ലഭ്യമായി. അങ്ങനെ 8 പേർ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നേരത്തെ തന്നെ ഇതിൽ 5 പേർക്ക്, അതായത് ആദ്യം പുറത്തിറങ്ങിയ 7 പേരിൽ 5 പേർക്ക് സ്വാഭാവിക ജാമ്യമായിരുന്നു കിട്ടിയത്. ഇതിൽ 2 പേർക്ക് മാത്രമാണ് തെളിവുകളുടെ അഭാവത്തിൽ ജാമ്യം ലഭ്യമായത്. അത് തന്ത്രിക്കും പിന്നെ KS വൈദ്യുനുമാണ്. അത് തിരുവാഭരണം മുൻ കമ്മീഷണറായ KS വൈദ്യുനും മതിയായ തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇവർക്ക് 2 പേർക്കും ജാമ്യം ലഭ്യമായി. അങ്ങനെ ഇപ്പോൾ ഈ പത്മകുമാറും കൂടെ ചേർത്ത് 8 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ടപ്പോൾ പുറത്തിറങ്ങുന്നത്. നിലവിൽ ഇതിനകത്ത് മറ്റൊരു പ്രതി കൂടിയുണ്ട് ടോം, അതായത് ഭണ്ഡാരിയാണ്. അതായത്
പങ്കജ് ഭണ്ഡാരി അയാൾ നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെ ജാമ്യത്തിന് ശ്രമിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിന് നേരത്തെ ചെന്നൈയിൽ ചികിത്സ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും ചെന്നൈയിൽ ചികിത്സ ലഭ്യമാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതി ഇത് നാളെ പരിഗണിക്കാൻ ഇരിക്കുകയാണ്. എന്തായാലും പത്മകുമാറിനും ജാമ്യം തേടി അപ്പോൾ ഈ കേസിൽ പുറത്തിറങ്ങുന്ന 8 പേരാണ് നിലവിൽ പുറത്തിറങ്ങിയിരിക്കുന്നത്. യെസ്, തീർച്ചയായും എന്തായാലും പത്മകുമാർ ജയിലിന് പുറത്തിറങ്ങുമെങ്കിലും ഇനി കേസും മറ്റു നടപടികളും ഉണ്ടാകും. അതോടൊപ്പം ഇ ഡിയുടെ ചോദ്യം ചെയ്യലുണ്ട്. വാസുവിനെ ഇ ഡി ഇന്നലെ ചോദ്യം ചെയ്തതാണ്. തന്ത്രിയും ഇ ഡിയുടെ ചോദ്യം മുന്നിലേക്ക് വരികയാണ്. സ്വാഭാവികമായി ഉടൻ തന്നെ പത്മകുമാറിനെയും ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് ഇ ഡി നീങ്ങില്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇ ഡിയുടെ ചോദ്യമുനകളിൽ നിന്ന് ഒരിക്കലും ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. നിലവിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ എല്ലാ പ്രതികളും ഇ ഡി സമാനമായ ഒരു കേസ് അന്വേഷിക്കുന്നുണ്ട്. ഇ ഡിയുടെ മുന്നിൽ ഹാജരാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ജാമ്യത്തിൽ ഇറങ്ങിയ എല്ലാവരെയും തന്നെ ഇ ഡി ചോദ്യം ചെയ്യുന്നുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള രേഖകൾ ഇ ഡി നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. കാരണം ഇവരുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി അന്വേഷിക്കുന്നത്. ഈ തന്ത്രി അടക്കം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതടക്കം ഇ ഡി നേരത്തെ കണ്ടെത്തിയിരുന്നു. SIT റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് SIT നേരത്തെ തന്നെ കോടതി ഈ റിപ്പോർട്ടുകളെല്ലാം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇ ഡി കോടതി മുഖേന വാങ്ങി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം സമാനമായ രീതിയിൽ ദ്രുതഗതിയിൽ നടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പത്മകുമാർ ഇപ്പോൾ ജയിൽ മോചിതനായാൽ തന്നെയും ഇ ഡിയുടെ മുന്നിൽ ഹാജരാകേണ്ട സാഹചര്യമുണ്ട്. കാരണം ഉപാധികൾ അങ്ങനെയാണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ എപ്പോൾ ആവശ്യപ്പെടുന്നു ആ സമയം ഹാജരാകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇ ഡിയുടെ മുന്നിൽ എന്തായാലും ഹാജരാകേണ്ടി വരും. യെസ്, വിനീഷ്, എന്തായാലും ജാമ്യം കിട്ടി എല്ലാ പ്രതികളും പുറത്തേക്ക് വരുന്നൊരു സാഹചര്യമുണ്ട്. ഇനി അറിയേണ്ടത് SITയുടെ നടപടി എന്താണെന്നാണ്. കാരണം വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്, തെളിവുകളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന കാര്യത്തിലൊക്കെ പ്രതിസന്ധി ഉണ്ടല്ലോ. ഇനി കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുണ്ടോ? അന്വേഷണം വഴിമുട്ടുന്നൊരു സാഹചര്യമാണോ? ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഒന്നും വേണ്ട എന്നുള്ളതാണ് കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ജാമ്യം ലഭിച്ച് സ്വാഭാവിക ജാമ്യം ലഭിച്ച് ഈ കേസിൽ നിന്നും പ്രതികൾ പുറത്തിറങ്ങിയാൽ പോലും ഇത് കേസിനെ ബാധിച്ചില്ല എന്നുള്ളതാണ് കോടതി നേരത്തെ തന്നെ അറിയിച്ചത്. കാരണം ഇതിന്റെ കുറ്റപത്രം വൈകുന്നതുമായി ബന്ധപ്പെട്ടാണ് സ്വാഭാവിക ജാമ്യം നിലവിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കൃത്യമായി കുറ്റപത്രം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിൽ കുറെ ശാസ്ത്രീയ തെളിവുകൾ ഇവർ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ശാസ്ത്രീയ തെളിവുകൾ ബന്ധപ്പെട്ട് ചില കാലതാമസങ്ങളുണ്ട്. ഈ സ്വർണം കൊണ്ടുപോയതും സ്വർണം വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കുറെ ശാസ്ത്രീയമായിട്ടുള്ള രേഖകൾ, തെളിവുകൾ അതാണ് വളരെ നിർണായകമാണ്. ഇത് കണ്ടെത്താനുള്ള ഒരു കാലതാമസമാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതെന്നാണ് കോടതി തന്നെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും ഈ കുറ്റം ചെയ്തവർ ഒരിക്കലും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു കുറ്റപത്രമായിരിക്കും സമർപ്പിക്കുക എന്ന് തന്നെയാണ് SIT കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ വേണ്ട എന്ന് കോടതി നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. പത്മകുമാർ, മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, CPI നേതാവുമായ പത്മകുമാറും ജാമ്യം കിട്ടി പുറത്തേക്കിറങ്ങുന്നു. SIT കുറ്റപത്രം സമർപ്പിക്കുക, അതായത് 90 ദിവസമായിട്ടും ഈ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികൾ അറസ്റ്റിലായി 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തതുകൂടിയാണ് പ്രതികളെല്ലാം ജാമ്യം കിട്ടി പുറത്തേക്കിറങ്ങുന്നത്. പക്ഷേ എന്തായാലും അങ്ങനെ രക്ഷപ്പെടാമെന്ന്, ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് പ്രതികൾ ആരും കരുതേണ്ട. കാരണം ഇനി ഇ ഡിയുടെ ചോദ്യം മുന്നിലേക്ക് വരുന്നു. ഇ ഡി കേസുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. മാത്രമല്ല ഈ കേസിൽ ഇനിയും കൂടുതൽ പേരുടെ പങ്കുൾപ്പെടെ പുറത്തു വരേണ്ടതുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം. എറണാകുളം അങ്കമാലിയിലെ ജാസ്ലിയ ജോൺസന്റെ മരണത്തിന് കാരണമായ വാഹനം കോട്ടയം അതിരമ്പുഴ സ്വദേശികളാണെന്ന് കണ്ടെത്തി. മഹീന്ദ്ര XUV 700 വാഹനമാണ് ജാസ്ലിയെ ഇടിച്ചത്. സിറിക് P. ജോർജ് എന്നയാൾ വാഹനം ഓടിച്ചതെന്ന് കണ്ടെത്തി. ഇതോടെ ഇയാളെ പോലീസ് അറസ്റ്റും ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് അപകടം നടന്നത്.
ഈ വാഹനം പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു. തുറവൂരിൽ നിന്നാണ് വാഹനം കണ്ടെത്തിയത്. ജാസ്ലിയെ ഇടിച്ചു തെറിപ്പിച്ചതിന് ശേഷം വാഹനം നിർത്താതെ പോവുകയായിരുന്നു. അപകടത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, നമുക്കറിയാം ഈ ജാസ്ലിയുടെ മരണത്തിന് ശേഷം അവയവദാനത്തിലൂടെ 4 പേർക്കാണ് പുതുജീവൻ കിട്ടിയത്. ഒടുവിൽ ഈ സംഭവത്തിന് പിന്നാലെ, ഈ മരണത്തിന് പിന്നാലെ ഈ അപകടവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. കാരണം അമിത വേഗത്തിലാണ് ആ വാഹനം എത്തിയതെന്ന കാര്യത്തിൽ ആ ദൃശ്യങ്ങൾ തന്നെ അത് പറയുന്നുണ്ട്. വലിയ പ്രതിഷേധവുമായി ഈ ജാസ്ലിയുടെ സഹപാഠികളും യുവജന വിദ്യാർത്ഥി സംഘടനകളും രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. അതിനിടെ ഈ വാഹനം ഓടിച്ചയാൾ പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. ഇത് എങ്ങനെയായിരുന്നു അപകടം? കാരണം 28-ാം തീയതിയാണ് അപകടം നടന്നത്. എങ്ങനെയായിരുന്നു അപകടം? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജാസ്ലിയ ചികിത്സയിലായിരുന്നു. എങ്ങനെയാണ് മരണം സംഭവിച്ചത്? വിശദാംശങ്ങൾ. ജാസ്ലിയ ബിരുദ പഠനത്തിനോടൊപ്പം ഒരു പിസ്സ ഹട്ടിലെ ജോലി കൂടി നോക്കുന്നുണ്ടായിരുന്നു. ആ പാർട്ട് ടൈമായിട്ടൊരു ജോലി നോക്കുന്നുണ്ടായിരുന്നു. ആ ജോലി കഴിഞ്ഞ് മടങ്ങവെയാണ് ഈ അമിത വേഗത്തിൽ വന്നിട്ടുള്ള വാഹനം ഇടിച്ചു തെറിപ്പിച്ചത്. നമുക്ക് ആ ഇടിയുടെ ജാസ്ലിയ വീഴുന്ന ഒരു സ്പീഡ് കണ്ടാൽ തന്നെ നമുക്കറിയാം എത്ര വേഗത്തിലാണ് ആ വാഹനം വന്നത് എന്നുള്ളത്. സിറിയക് ജോർജ് എന്ന് പറയുന്ന ആളാണ് വാഹനം ഓടിച്ചതെന്നാണ് വ്യക്തമാകുന്നത്. അതുമാത്രമല്ല, ടോം സൂചിപ്പിച്ചതുപോലെ കോട്ടയം അതിരമ്പുഴ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് വിദേശത്താണ്. അതായത് വലിയ കുടുംബമാണ്. ആ പിതാവിൻ്റെ പേരിലാണ് വാഹനമുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ സിറിയക് ജോർജ് അല്പസമയത്തിനുള്ളിൽ പോലീസ് സ്റ്റേഷനിലെത്തി ഹാജരാകും. അതിനുശേഷമുള്ള നിയമ നടപടികൾ അന്വേഷിക്കാൻ ഒപ്പം വക്കീലിനെ കൂട്ടി കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം സിറിയക് ജോർജിനെ ഇതുവരെ പിടിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ്. വിദ്യാർത്ഥികളും അതുപോലെ ജാസ്ലിയയുടെ സുഹൃത്തുക്കളും സഹപാഠികളും ഒക്കെയായി വലിയ പ്രതിഷേധമായിരുന്നു. ഇവിടെയും ജാസ്ലിയയുടെ വീട്ടിൽ സംസ്കാരവുമായി ബന്ധപ്പെട്ടും ഒക്കെ നടത്തിയെന്ന വലിയ പ്രതിഷേധമായിരുന്നു. അതുപോലെ യുവജന സംഘടനകൾ AYFിൻ്റെയും DYFIയുടെയും പ്രതിനിധികളൊക്കെ പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ പ്രതിഷേധം തന്നെയാണ്. അതേസമയം ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം 5 മണിയോടുകൂടി വീണ്ടും പ്രതിഷേധമുണ്ടാകുമെന്നാണ് യുവജന സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അതിഭീകരമായിട്ടുള്ള ഒരു അപകടമാണ്. അതേസമയം ഇടിച്ച വാഹനം നിർത്താതെ പോയി എന്നുള്ളത് വലിയ ക്രിമിനൽ കുറ്റമാണ്. മാത്രമല്ല, ഈ ഇടിച്ചിട്ട ആളൊരു ഡോക്ടർ കൂടിയാണെന്ന് അറിയുമ്പോൾ അയാളുടെ കർത്തവ്യത്തിൽ നിന്നും ഒരുപക്ഷെ അപകടം ഉണ്ടാകുമ്പോൾ ഉള്ള പാനിക് അവസ്ഥയിൽ നിന്നും അത് കുറച്ചുകൂടി അത്തരത്തിലൊരു സംയമനം ഡോക്ടർ എന്ന നിലയിൽ തൻ്റെ വാഹനം തന്നെ ഇടിച്ച് അപകടമുണ്ടായ ഒരാൾക്ക് നൽകേണ്ടുന്ന പരിഗണനയൊന്നും നൽകിയില്ല എന്നുള്ളത് വലിയ പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. സിറിയക് ജോർജ് അദ്ദേഹം ഡോക്ടറാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ അയാൾ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തി ഹാജരാകുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെയാണ്. അഡ്വക്കേറ്റുമായി ചേർന്ന് അദ്ദേഹം ഇവിടെ എത്തും. അതില്ല എങ്കിൽ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യുമെന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് ജാസ്ലിയയുടെ സഹപാഠികളും അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനങ്ങളുമൊക്കെ അങ്ങനെ തന്നെയാണ്. LDYFിൻ്റെ നേതൃത്വത്തിലാണ്, അതായത് AYFിൻ്റെയും DYFയുടെയും നേതൃത്വത്തിലാണ് ഇവിടെ പ്രതിഷേധം ഉണ്ടായിരുന്നത്. അത് വൈകുന്നേരം 5 മണിയോടുകൂടി പുനരാരംഭിക്കുമെന്നുള്ള അറിയിപ്പ് നൽകിയ ശേഷമാണ് അവർ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം അത് വീണ്ടും പുനരാരംഭിക്കുമെന്നുള്ള അറിയിപ്പ് നൽകിയ ശേഷമാണ്. പക്ഷേ ഈ കാര്യത്തിൽ കുടുംബവും അതോടൊപ്പം ജാസ്ലിയുടെ സഹപാഠികളും സുഹൃത്തുക്കളും ഒക്കെ ഏറെ ഞെട്ടലോടുകൂടിയാണ്, സങ്കടത്തോടെയാണ് ഈ വാർത്ത കേട്ടത്. പക്ഷെ ഏറ്റവും കൂടുതൽ അവർ ഒരു 4 പേർക്ക് പുതുജീവൻ ഏകാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നു, അവയവദാനം നൽകുന്നു, മാതൃകാപരമായ നടപടി. പക്ഷേ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. കാരണം അശ്രദ്ധ, അതോടൊപ്പം അമിത വേഗതയൊക്കെ നിരവധി പേരുടെ ജീവൻ പൊതുനിരത്തിൽ നഷ്ടപ്പെടുന്ന നിരവധി കാഴ്ചകൾ നമ്മൾ കാണാൻ കഴിയും. ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. കാരണം ഗതാഗത നിയമലംഘനങ്ങൾക്കെതിരെ കടുത്ത നടപടി തന്നെ സ്വീകരിക്കണം. എന്തായാലും ഈ ജാസ്ലിയയുടെ അധ്യാപികയുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് കുറേ ദിവസമായിട്ട് അവൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആക്സിഡന്റ് ഉണ്ടായെന്ന്
ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വേറൊരു മത്സരം ഉണ്ടായിരുന്നു. സിസ്റ്റർ പറഞ്ഞത് അവളോട് ആലുവയിലേക്ക് വരാനായിട്ട്. അന്ന് പോകുന്നില്ലെങ്കിൽ ഡോക്ടേഴ്സിന് ജോലി പോകുന്നു പറഞ്ഞിട്ടാണ് കുറച്ച് ജോലിക്ക് പോയത്. തിരിച്ച് ഞങ്ങൾ വന്നപ്പോ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു ജാസ്തി എല്ലപ്പിലാണ്, പെട്ടെന്ന് ക്രിറ്റിക്കലാണ്, വേഗം വരാൻ പറഞ്ഞു. ഞാൻ ചെന്ന് വിളിച്ചു നോക്കി. അവളെ ഞാൻ വിചാരിച്ചു അവള് പേടിച്ചതായിരിക്കും വണ്ടി ഇടിച്ചതിന് വെച്ചിട്ടത്. നിങ്ങൾ നല്ലത് നോക്കി നോക്ക്. ആ വളവിന്റെ അവിടെ ആർക്കെങ്കിലും ജീവൻ കൈപിടിച്ച് നടക്കാൻ പറ്റുമോ? അവള് സൈഡിൽ കൂടെ അല്ലേ നടന്നു തന്നെ. എത്ര സ്പീഡിലാ കാറ് വന്നത് നോക്ക്. ഞങ്ങൾ ഇവിടെ നടക്കുമ്പോ ബാക്കിലേക്ക് തിരിഞ്ഞ് നടക്കുക. കാരണം എപ്പോഴും ഒരു വണ്ടി വന്ന് ഇടിക്കണേന്ന് അറിയില്ല. ഞാനിവിടെ വന്ന വർഷം മുതല് ഈ കോളേജിന്റെ പതിലെല്ലാം വണ്ടി ഇടിച്ച് ചിലപ്പോ വണ്ടി പലർത്തിങ്ങനെ കിടക്കണ്ടാവും. ഇപ്പൊ ഞങ്ങളുടെ ജാസ്ലിയെ പോയി. ഇനി ഞങ്ങളുടെ ആർക്കും ഒന്നും പറ്റാതിരിക്കുക, എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. എത്ര കുട്ടികളും ഇവിടെ നടക്കണേന്നറിയോ? അവിടെ ഹോട്ടലിന്റെ ഫ്രണ്ടിലാണെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് നടക്കാൻ സ്ഥലമില്ല. ഹൈവേ കൂടെയാണ് നടക്കേണ്ടവര്. അവളൊന്നും ചെയ്തിട്ടില്ല. പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്ന പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ജാസ്ലിയുടെ സഹപാഠികളും അധ്യാപകരും ഒക്കെ ഈ മരണത്തോട് പ്രതികരിച്ചത്. കാരണം അത്രയ്ക്കും പ്രിയപ്പെട്ടവളായിരുന്നു ജാസ്ലിയ കുടുംബാംഗങ്ങൾക്ക്, സഹപാഠികൾക്ക്, നാട്ടുകാർക്കൊക്കെ. ആജ്ഞ രവീന്ദ്രനിലേക്ക് വീണ്ടും. ആജ്ഞ, ഒരു ഡോക്ടറുടെ ഭാഗത്തു നിന്നാണ് ഈ വീഴ്ച ഉണ്ടായത്. വെറും വീഴ്ചയല്ല, വലിയ പിഴവ് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു ജീവൻ്റെ വില അറിയാവുന്നവരാണ് ഡോക്ടർമാർ. നമ്മുടെ പൊതുനിരത്തിലൂടെ അവർ വാഹനം ഓടിച്ചു പോകുമ്പോൾ സാമാന്യം പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഈ മറ്റ് യാത്രക്കാരെ, കാൽനട യാത്രക്കാരെയൊക്കെ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് ഇതിലുള്ള അപകടമുണ്ടാകുന്നത്. ഈ ജാസ്ലിയുടെ ആ ദൃശ്യങ്ങളിലൊക്കെ മനസ്സിലാകുന്നത് ജാസ്ലിയ റോഡിൻ്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത്. ആ വാഹനം അപകടം സൃഷ്ടിച്ചതാണ്. എന്ത് നടപടി, ഇപ്പോൾ ഈ ഡോക്ടർക്കെതിരെ എന്ത് നടപടിയായിരിക്കും ഇനി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക, മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക? ടോം, ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അമിത വേഗത്തിലാണ് ആ വാഹനം വന്നിട്ടുള്ളതെന്നും ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്തു പോകുന്ന അതിവേഗമായിട്ട് വേഗത്തിൽ തന്നെ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. മാത്രമല്ല അതേ ഫോഴ്സിൽ തന്നെ അതിന് മഹീന്ദ്രയുടെ SUV 700 എന്നുള്ള വാഹനമാണ് ഇടിച്ചത്. അതുതന്നെയാണ് ആ തുറപ്പൂരിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നതും അതുതന്നെയാണ്. അതേസമയം ഈ അമിത വേഗത്തിൽ പോവുകയും ആ പെൺകുട്ടിയെ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തിട്ടില്ല. പെൺകുട്ടി ഇടിച്ചു തെറിച്ച് വന്ന് വീഴുന്ന ദൃശ്യം, അതിൻ്റെ സ്പീഡ് കണ്ടാൽ തന്നെ നമുക്കറിയാം എത്ര മാരകമായിട്ടാണ് അതിന് അപകടം സംഭവിച്ചത് എന്നുള്ളത്. ഒരു പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ള പ്രതീക്ഷയുമുണ്ട്. അതേസമയം പട്രോളിങ്ങിന് ഇറങ്ങിയ പോലീസുകാരാണ്, അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ തന്നെ പോലീസുകാരാണ് ഈ പെൺകുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. തുടർന്ന് 28-ാം തീയതിയാണ് അപകടം ഉണ്ടായത്. അവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്, അങ്കമാലിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ജാസ്ലിയെ പ്രവേശിപ്പിച്ചത്. തുടർന്ന് ഗുരുതരമായി പരിക്ക് എന്ന് കണ്ട ശേഷമാണ്, അതായത് ആ ആശുപത്രിക്കാർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമാണ് ജാസ്ലിയുടെ പരിക്ക് എന്ന് കണ്ട ശേഷമാണ് രാജഗിരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. അതിനുശേഷമാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതും തുടർന്ന് ഇന്നലെ രാവിലെയോടുകൂടിയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതും. തുടർന്നാണ് ആ വേദനയിലും മാതാപിതാക്കൾ ഇങ്ങനെ ഒരു വലിയ തീരുമാനം കൈക്കൊണ്ടതും. കേരളം ഈ കാര്യത്തിൽ അങ്ങേയറ്റം വലിയ മാതൃകയാണ് ഈ കഴിഞ്ഞ കുറേ നാളുകളായി കൈവരിച്ചു വരുന്നതെന്ന് നമുക്കറിയാം. നമ്മൾ മറ്റ് വിവാദങ്ങൾക്കൊക്കെ, കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ള മറ്റ് വിവാദങ്ങൾക്കൊക്കെ കേരളം ഇങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുമ്പോഴും മാതൃകാപരമായ മുന്നേറ്റമാണ് അക്കാര്യത്തിൽ കേരളത്തിനുള്ളത്. ആ കാര്യത്തിൽ മാതാപിതാക്കളെ ഈ വേദനയിലും, മകൾ മരിച്ച വേദനയിലും, 19 വയസ്സാണ്, എന്തെല്ലാം സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആയിരിക്കാം ആ മാതാപിതാക്കൾക്ക് ആ മകളിന്മേലുണ്ടായിരുന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതില്ല. ആ വേദനയ്ക്കിടയിലും അവർ 4 പേർക്ക് പുതുജീവനേകാൻ അതിന് സന്നദ്ധരായി എന്നുള്ളതാണ് അഭിനന്ദനാർഹം. എന്നിരുന്നാൽ പോലും ഇത്ര വലിയൊരു അപകടം നടന്നിട്ടും ഈ കാർ ഓടിച്ച ആളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വലിയ അനാസ്ഥ എന്ന് പറയുമ്പോൾ, ഇത് മാത്രമല്ല ശ്രീ പി ജോർജിനെതിരെ ചുമത്തേണ്ടതും മനഃപൂർവ്വമല്ലാത്ത നരഹത്യ തന്നെയാണ്. എന്നിരുന്നാൽ പോലും അതിനെ അവഗണിച്ചു പോയത് ഒരു വലിയ ക്രൈം തന്നെയാണ്, മനുഷ്യത്വമില്ലായ്മയാണ്.
അതുമാത്രമല്ല മോട്ടോർ വാഹന വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നേക്കാം. അത്തരം കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് സിറിയക്ക് അഡ്വക്കേറ്റുമായി പോലീസ് സ്റ്റേഷനിലേക്ക്, അങ്കമാലി പോലീസ് സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം സിറിയക്ക് ഇനിയും വന്നിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ പോലീസ് ഇനിയും അയാളെ കസ്റ്റഡിയിൽ എടുത്തില്ല എങ്കിൽ പ്രതിഷേധം കടുക്കുക തന്നെ ചെയ്യും. അത് പ്രത്യേകിച്ചും രാഷ്ട്രീയപരമല്ല, വിദ്യാർത്ഥികളാണ്, ജാസ്ലിയയുടെ സുഹൃത്തുക്കളാണ്, സഹപാഠികളായ വിദ്യാർത്ഥികളാണ് പ്രതിഷേധത്തിന് തിരികൊളുത്തിയത്. അവർ ആദ്യം തന്നെ ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ സംസ്കാര നടപടികളിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള തരത്തിൽ അവർ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ആ പ്രതിഷേധം യുവജന സംഘടനകൾ ഏറ്റെടുത്തതും പിന്നീട് വൈകുന്നേരത്ത് 5 മണിക്ക് സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം പ്രതിഷേധം പുനരാരംഭിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി അവർ മടങ്ങിയിരിക്കുന്നു. ഇതിനിടയിൽ സിറിയക്ക് ഈ പോലീസ് സ്റ്റേഷനിലെത്തി സറണ്ടർ ചെയ്യുകയാണെങ്കിൽ അത്തരം നടപടികൾ ഉണ്ടാകില്ല. അതേസമയം എന്തുകൊണ്ടാണ് പോലീസിൻ്റെ അനാസ്ഥയ്ക്കെതിരെ വലിയ വിമർശനമാണ് ഈ സമയം ഉയരുന്നതും. ഇപ്പം അങ്ങനെ പോലീസിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ മരണത്തിന് ശേഷമാണ് ഈ ഡ്രൈവർ വാഹനം ഓടിച്ച ആളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലും നടക്കുന്നത്. 28-ാം തീയതിയാണ്, കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് അപകടം നടന്നത്. ഏകദേശം ദിവസങ്ങൾ പിന്നിടുന്നു. അങ്ങനെ പോലീസിൻ്റെ ഭാഗത്ത് അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അത്തരമൊരു ആക്ഷേപമുണ്ടോ? തീർച്ചയായിട്ടും ടോം, പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പെൺകുട്ടി വാഹനം ഇടിച്ചു വീണതിൽ ആ പെൺകുട്ടി ആശുപത്രിയിൽ എത്തിച്ചത് തന്നെ ആ പട്രോളിങ്ങിൽ ഉണ്ടായിരുന്ന പോലീസുകാരാണ്. അപ്പോൾ പോലീസുകാർ അറിയാതെയല്ല, അതല്ലെങ്കിൽ അങ്ങനെ ഒരു അപകടം നടന്നത് അറിയാതെയല്ല, അത് ഈ സിറിയക്കിൻ്റെ, അതായത് സിറിയക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് വലിയൊരു ബിസിനസ് ഫാമിലിയിലെ മെമ്പറാണ്. അത്തരമുള്ള സാഹചര്യങ്ങൾ ഇതിനെ ബാധിച്ചിട്ടുണ്ടോ, സ്വാധീനിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട സാഹചര്യത്തിലേക്ക് വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇത്രയധികം ഡിലേ ഈ ഒരാളെ കണ്ടെത്താൻ, അല്ലെങ്കിൽ ഇന്ന ആളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ എടുത്തത്, അല്ലെങ്കിൽ അത് പുറത്തുവിടാതിരുന്നതാണോ എന്നുള്ള കാര്യത്തിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോയതും. പ്രത്യേകിച്ചും കോളേജിലെ രാഷ്ട്രീയ സംഘടനകളുടെ, അതല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളുടെ ആളുകളായിരുന്നില്ല പ്രതിഷേധിച്ചത്. പ്രത്യേകിച്ചും ജാസ്ലിയയുടെ സുഹൃത്തുക്കൾ തന്നെയാണ്, സഹപാഠികളായിരുന്ന ആളുകളാണ് പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് പിന്നീട് യുവജന സംഘടനകളുടെ പ്രതിഷേധത്തിന് ഭാഗമായി ചേരുകയായിരുന്നു. ശരിക്കും പ്രതിഷേധം തുടങ്ങി വെച്ചതും വിദ്യാർത്ഥികൾ തന്നെയാണ്, ജാസ്ലിയുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. അതായത് ജാസ്ലിക്ക് നീതി കിട്ടണമെന്നുള്ള ഒരു സാഹചര്യം കൂടി അതിനകത്ത് വരുന്നുണ്ട്. 28-ാം തീയതി എന്ന് പറയുമ്പോൾ 4 ദിവസം കഴിഞ്ഞ ശേഷമാണ് പ്രതിയെപ്പറ്റി അന്വേഷിക്കുന്നത് പോലും എന്ന് പറയുന്നത് അങ്ങേയറ്റം നിരുത്തരവാദപരമായ ഒരു നീക്കം തന്നെയാണ് എന്ന് വേണം പറയാൻ. അതേസമയം സിറിയക്ക് പി ജോർജ് എന്ന് പറയുന്ന ഈ വണ്ടി ഇടിച്ച ആൾ അതിനുശേഷവും അവിടെ എത്തി എന്നുള്ളതാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ആ ഒരു സാഹചര്യത്തിലും CCTV ദൃശ്യങ്ങളിൽ ആ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, അല്ലെങ്കിൽ അയാൾ തിരിച്ചെത്തിയതിൻ്റെ വിഷ്വൽസ് ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ടാണ് അയാളെ കണ്ടെത്താനുള്ള നടപടികളിലേക്ക്, അല്ലെങ്കിൽ അയാൾക്ക് സറണ്ടർ ചെയ്യാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത്തരം സാഹചര്യങ്ങളിലേക്ക് എന്തുകൊണ്ട് പോയില്ല എന്നുള്ള കാര്യവും വലിയ വിമർശനമാണ്. അത് സിറിയക്ക് ഒരു ഡോക്ടർ കൂടിയായിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ ഉണ്ടാകുന്ന മാനുഷികമായ പരിഗണന അതുണ്ടായില്ല. അതുമാത്രമല്ല, ഇത്ര വലിയൊരു അപകടം നടന്ന ഒരു പെൺകുട്ടി മരണത്തോട് മല്ലടിച്ച് അതാണ് ഒരു ഡോക്ടറായിട്ട് പോലും ഈ വാഹന അപകടം ഉണ്ടായിട്ടും നിർത്താതെ പോകുന്നു. പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. വലിയ പ്രതിഷേധമാണ് ഈ വിദ്യാർത്ഥിനിയുടെ അപകട മരണവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ പ്രതിഷേധത്തിൽ. 3-1 നഴ്സുമാർ മാത്രമാണ് ജോലി ചെയ്യുന്നത്. അത്യാഹിത വിഭാഗത്തിൽ മാത്രമാണ് ഇന്ന് സേവനം. അടിസ്ഥാന ശമ്പളം 40,000 രൂപ ആക്കുന്നതിൽ സർക്കാർ നിലപാടെടുക്കണമെന്നാവശ്യപ്പെട്ട് യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, UNAയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രക്ഷോഭ പരിപാടികൾ നടക്കുന്നുണ്ട്. അത് തൃശ്ശൂരിൽ നിന്നും ആരംഭിച്ചതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് എത്തുന്നു. വലിയ, അതായത് അത്യാഹിത വിഭാഗത്തിൽ മാത്രമാണ് സേവനം ചെയ്തുകൊണ്ടുള്ള പ്രതിഷേധമാണ്. ന്യായമായ ആവശ്യമല്ല അവർ ഉയർത്തുന്നത്. കാരണം പലരും ചോദിക്കുന്നുണ്ട്, 20-25,000 രൂപ മാത്രം ശമ്പളം, അതായത് വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവർ പുറത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ശമ്പളം മേടിക്കാം. പക്ഷേ ഈ നാട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. പക്ഷേ അവർ ഇത്രയധികം ശബ്ദമുയർത്തിയിട്ടും പ്രതിഷേധിച്ചിട്ടും അവർക്കൊരു നീതി കിട്ടുന്നില്ല. ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിൽ
ഫലം കാണുമോ? സർക്കാർ ഇവരുമായി ചർച്ച നടത്താൻ സന്നദ്ധരാണോ? സർക്കാർ അവരുമായി ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നതാണ് അറിയാനുള്ളത്. കാരണം തൃശ്ശൂരിൽ ആഴ്ചകൾക്ക് മുമ്പാണ് 10,000 പങ്കെടുത്ത മറ്റൊരു പ്രതിഷേധ സമരം നടന്നത്. അന്നും വലിയ തരത്തിൽ, അതായത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന, രാഷ്ട്രീയമായി സമ്മർദ്ദത്തിലാക്കുന്ന ഇടപെടലുകളുമായി പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കളൊക്കെ ആ സമരത്തിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ നിലവിലെ സാഹചര്യം ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ സമരവുമായി UN രംഗത്തെത്തുകയും 40,000 രൂപ അടിസ്ഥാന ശമ്പളമാക്കാൻ തയ്യാറാകണം, അതല്ല എങ്കിൽ ശക്തമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന രാഷ്ട്രീയമായ ഒരു മുന്നറിയിപ്പൊക്കെ സർക്കാർ നൽകുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അത് വലിയ തരത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം, 2023 മുതൽ പലതരത്തിൽ ചർച്ചകൾ നടന്നിട്ടും സ്വകാര്യ മാനേജ്മെന്റുകളെ സഹായിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തിയതെന്ന ആക്ഷേപമാണ് പ്രധാനമായി ഈ സംഘടനകൾ മുമ്പോട്ട് വെക്കുന്നത്. അവിടെയാണ് ഈ സാഹചര്യം, അതായത് നിലവിൽ ഇപ്പോൾ നമ്മൾ നിലവിലുണ്ടായിരിക്കുന്ന ഈ സാഹചര്യം ഏത് തരത്തിലായിരിക്കും, അത് സർക്കാരിന്റെ തുടർ നീക്കങ്ങളെ, അതായത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ നടത്തുന്ന നീക്കങ്ങളെ എങ്ങനെ ബാധിക്കും എന്നത് ഒക്കെ ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും KC വേണുഗോപാലും അതോടൊപ്പം BJPയുടെ നേതാക്കൾ, അതോടൊപ്പം ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന തരത്തിലാണ് വൈകുന്നേരം പൊതുസമ്മേളനം മാനവീയ രീതിയിൽ വെച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അവിടെ വെച്ചും ചില രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ വെച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനാണ് സാധ്യത. എന്തായാലും സമരവുമായി മുമ്പോട്ട് പോകാനാണെങ്കിൽ അങ്ങനെ പോകാൻ തന്നെയാണ് തങ്ങളുടെ തീരുമാനം എന്ന് കൂടിയാണ് UN വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും ഡാൻ, നമുക്കറിയാം ഇവിടെ ഓരോ ആശുപത്രികളിലും ലക്ഷങ്ങളാണ് ഡോക്ടർമാർക്ക് ശമ്പളം നൽകുന്നത്. പക്ഷേ നേഴ്സുമാർ അങ്ങേയറ്റം തൊഴിൽ ചൂഷണം നേരിടുന്നുണ്ട്. അവരുടെ ഒരു ജോലിയുടെ സ്വഭാവം പോലും 6-8 മണിക്കൂറുകൾ, അതും നിന്ന് ജോലിയെടുക്കണം. നൈറ്റ് ഡ്യൂട്ടി, അതികഠിനമായിട്ടുള്ള നൈറ്റ് ഡ്യൂട്ടി. അവിടെയാണ് ഈ 20,000 രൂപ, ചില ആശുപത്രികളൊക്കെ 15,000 രൂപ 10,000 രൂപ കൊടുക്കുന്ന ആശുപത്രികൾ പോലും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് നേരത്തെ തന്നെ സർക്കാർ അത്തരമൊരു അടിസ്ഥാന ശമ്പളത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടും അത് നടപ്പാക്കാത്ത ആശുപത്രികൾ പോലുമുണ്ട്. ഇത് എങ്ങനെ, ഈ ഒരു ചർച്ച എന്ന് പറയുമ്പോൾ ഇവരെ മാത്രം, UN മാത്രം കേട്ടാൽ പോരല്ലോ, ആശുപത്രി മാനേജ്മെൻറ്റുകൾ വേണം. ഈ പ്രതിഷേധം വരും ദിവസങ്ങൾ കൂടുതൽ ശക്തമാകുമ്പോൾ അടിയന്തരമായി തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ആവശ്യമല്ലേ? തീർച്ചയായിട്ടും ആ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനാണ് സാധ്യത. പക്ഷേ നമ്മൾ സൂചിപ്പിക്കുന്നത് ആ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുക, അതായത് 40,000 രൂപ അടിസ്ഥാന ശമ്പളം ഉയർത്തുക എന്ന കാര്യം ഈ ചുരുങ്ങിയ ദിവസം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയായി മാറും നിലവിലെ സാഹചര്യത്തിൽ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കാരണം ഈ പ്രതിഷേധം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്, അതിന് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നില്ല. ഇനി ഒരാഴ്ച ഇവിടെ സമരം ചെയ്യേണ്ടി വന്നാൽ അങ്ങനെ വേണമെങ്കിൽ സമരം ചെയ്യുമെന്നൊക്കെയുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആരോഗ്യവകുപ്പ് തൊഴിൽ വകുപ്പുമായി ചർച്ച നടത്തിയിട്ടായിരിക്കും ഈ വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. സ്വകാര്യ മാനേജ്മെന്റുകളെ കൂടി, ആശുപത്രികളുടെ മാനേജ്മെന്റുകളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പ്രായോഗികമായ പരിഹാരം സാധ്യമാകുകയുള്ളൂ. അതിനുവേണ്ടി അടിയന്തരമായി ഏത് തരത്തിലുള്ള ഇടപെടലുകളാകും ഇനി സർക്കാർ നടത്തുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. UNയുടെ നേതൃത്വത്തിലാണ് സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. വയനാട് വടക്കനാട് പച്ചാടിയിൽ കാട്ടാനാക്രമണത്തിൽ കർഷകൻ മരിച്ചതിൽ പ്രതിഷേധം ശക്തം. പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റതായി കണ്ടെത്തി. പ്രതിഷേധം ശക്തമായതോടെ കൊലയാളി ആനയെ പിടികൂടുമെന്നും 3 ദിവസത്തിനുള്ളിൽ ദൗത്യം തുടങ്ങുമെന്നും വനംവകുപ്പ് അറിയിച്ചു. സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. രാത്രി കൃഷിയിടത്തിൽ ആന ഇറങ്ങിയതറിഞ്ഞ് തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് കർഷകനായ രജീവൻ ആക്രമിക്കപ്പെട്ടത്. രജീവിൻ്റെ കുടുംബത്തിന് ആദ്യ ഗഡു നഷ്ടപരിഹാരമായി 6 ലക്ഷം രൂപ ഇന്ന് തന്നെ നൽകുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ജയരാജ് ബത്തേരി ചേരുന്നു വിവരങ്ങളുമായി. ജയരാജ്, ഒരു ചെറിയ നാളുകൾക്ക് ശേഷമാണ്, ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും വന്യജീവി ആക്രമണം, കാട്ടാനാക്രമണം വയനാട്ടിലുണ്ടാകുന്നത്. വലിയ ഭീതിയിലാണോ ജനങ്ങൾ? പ്രത്യേകിച്ചും പ്രതിഷേധവുമായി നാട്ടുകാർ ഒന്നടങ്കം തെരുവിലിറങ്ങുന്നൊരു സാഹചര്യം പോലുമുണ്ട്. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ? ടോം,
വയനാട്ടിലെ വടക്കനാട് പച്ചാടിയിൽ ഇന്നലെ രാത്രി കൃഷിയിടത്തിൽ ഇറങ്ങിയ ആനയെ തുരത്താൻ പോയ രാജീവ് എന്ന യുവാവാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. രാത്രി 9:30യോടെയാണ് രാജീവ് പുറത്തേക്ക് പോയത്. തുടർന്ന് രാത്രി 12 മണിയായിട്ടും കാണാത്തതിനെ തുടർന്നാണ് ബന്ധുക്കളും അയൽവാസികളും അന്വേഷിച്ചിറങ്ങിയത്. തോട്ടത്തിൽ കിടക്കുന്ന രീതിയിലാണ് രാജീവിനെ കണ്ടത്. ഉടൻ ബത്തേരിയിൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. എന്നാൽ പരിക്കുകളൊന്നും കാണാത്തതിനാൽ തന്നെ ആനയുടെ ആക്രമണം ആണോ എന്ന സംശയവുമുണ്ടായിരുന്നു. എന്നാൽ രാജീവ് വീണ് കിടന്നിരുന്ന സ്ഥലത്ത് ആനയുടെ കാൽപ്പാടുകൾ കണ്ടിരുന്നു. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരികാവയവങ്ങൾക്ക് ക്ഷതമേറ്റതായി കണ്ടെത്തിയതോടെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണെന്ന് സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം. എന്നാൽ കൊലയാളി ആനയെ പിടികൂടാൻ നടപടി സ്വീകരിക്കാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സർവകക്ഷി യോഗം നടന്നത്. കൊലയാളി ആനയെ പിടികൂടുമെന്നും 3 ദിവസത്തിനുള്ളിൽ ദൗത്യം ആരംഭിക്കുമെന്നും അതുമായി ഇന്ന് തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരെ സമീപിക്കും എന്നാണ് വനംവകുപ്പ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ഉത്തരവ് ഇന്ന് തന്നെ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സർവകക്ഷി നേതാക്കൾ. തുടർന്ന് ഇന്നത്തെ ഡേറ്റിൽ തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കാമെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉറപ്പു നൽകിയതായും പിന്നീട് വനംവകുപ്പ് അറിയിച്ചു. എന്തായാലും ഇവിടെ ചെറിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെ തുടർന്നാണ് ഫോണിൽ വൈൽഡ് ലൈഫ് വാർഡനുമായി സംസാരിച്ച് ഇന്ന് തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കും എന്നുള്ള ഒരു ഉറപ്പ് വനംവകുപ്പ് നൽകിയത്. ഈ അവസരത്തിൽ ജയരാജ്, ഇവിടെ സ്ഥിരമായി ഇങ്ങനെ വന്യജീവി ശല്യമുള്ള പ്രദേശമാണോ? പ്രത്യേകിച്ചും ഈ ഒരു പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ സർവകക്ഷി യോഗം ഉൾപ്പെടെ ചേർന്നിരുന്നല്ലോ. എന്താണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്? ഈ നാട്ടുകാരുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഭരണകൂടം? തീർച്ചയായും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ 10 ലക്ഷം രൂപ ഈ മരിച്ച രാജീവിന്റെ കുടുംബത്തിന് കൊടുക്കുമെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് പറഞ്ഞിട്ടുള്ളത്. അത് സാധാരണ കൊടുക്കുന്ന ഒരു തുകയാണ്. എന്നാൽ വലിയ തുകയായിരുന്നു ജനങ്ങൾ ആവശ്യപ്പെട്ടത്, പക്ഷെ അതിലേക്ക് പോയിട്ടില്ല. എന്തായാലും ആദ്യ ഗഡു നഷ്ടപരിഹാരമായി 6 ലക്ഷം രൂപ മരിച്ച രാജീവിന്റെ അമ്മയുടെ പേരിൽ ചെക്കായി ഇന്ന് നൽകും. കൂടാതെ സംസ്കാര ചടങ്ങുകൾക്കായി 20,000 രൂപയും കുടുംബത്തിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകുമെന്നും വനംവകുപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന് ശേഷമാണ് മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ തയ്യാറായത്. അതുപോലെ തന്നെ കൊലയാളി ആനയെ ഉടൻ പിടികൂടുമെന്നും ശക്തമായ കാവൽ പ്രദേശത്ത് ഏർപ്പെടുത്തുമെന്നും വനംവകുപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ടോം, ഇവിടെ പറയേണ്ട ഒരു കാര്യം, ഏതാണ്ട് 1600-ലധികം കുടുംബങ്ങളിൽ 6000-ലധികം ജനങ്ങൾ അധിവസിക്കുന്ന ഒരു മേഖലയാണ് ഈ പച്ചാടി വടക്കനാട് മേഖല എന്ന് പറയുന്നത്. ഇത് വയനാട് ജില്ലയിലെ ഒരു കർഷകർ താമസിക്കുന്ന കാടിനോട് ചേർന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വന്യമൃഗശല്യത്തിന് വർഷങ്ങളായിട്ട് ഒരു പരിഹാരവും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. 10 വർഷത്തിനിടയിൽ ഏതാണ്ട് 10-ലധികം ആളുകൾ കാട്ടാനയുടെയും അതുപോലെ തന്നെ കടുവയുടെയും ആക്രമണത്തിൽ ഈ ഒരു പ്രദേശത്ത് തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിലെടുത്തു പറയേണ്ടത് 2 വർഷം മുൻപ് ഈ യുവാവ് അല്ലെങ്കിൽ ഈ രാജീവ് മരണപ്പെട്ടതിന് തൊട്ടടുത്താണ് ഒരു ആദിവാസി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതും. എന്തായാലും വന്യമൃഗശല്യം രൂക്ഷമായ സമയത്ത്, അതായത് 2019 ജില്ലയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സമരം ഇവിടെ നടന്നിരുന്നു. 11 ദിവസം പുരുഷന്മാരും അതുപോലെ തന്നെ 10 ദിവസം സ്ത്രീകളും നടത്തിയ നിരാഹാര സമരം വലിയ ജനശ്രദ്ധ പിടിച്ചു പറ്റിയതും സംസ്ഥാനത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും ഒക്കെ നടന്നതാണ്. നിരവധി മന്ത്രിമാരും ഒക്കെ വന്നതാണ്. പക്ഷെ ഇവിടെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. തുടർന്ന് പല വാഗ്ദാനങ്ങളും നൽകിയാണ് അന്ന് സമരം അവസാനിപ്പിച്ചത്. അതിനുശേഷം അക്രമകാരിയായ വടക്കനാട് കൊമ്പനെ മാസങ്ങളുടെ സമഫലമായി വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടിച്ചു എന്നല്ലാതെ വാഗ്ദാനം നൽകിയ റെയിൽ ഫെൻസിംഗ് തുടങ്ങി യാതൊരു പ്രവൃത്തികളും നടന്നിട്ടില്ല. തുടർന്ന് വന്യമൃഗശല്യം ഇപ്പോൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. കൃഷി ഉപജീവന മാർഗമായി സ്വീകരിച്ച കർഷകർക്ക് അവരുടെ കാർഷിക വിളകൾക്കോ ജീവനോ ഈ വന്യജീവി ശല്യം രൂക്ഷമാകുന്നു. ഈ ആനയെ പിടികൂടുന്ന കാര്യത്തിൽ പോലും നടപടി ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ഉത്തരവ് ഇടുന്ന കാര്യത്തിൽ ഈ കാലതാമസം ഉണ്ടാകുന്നത് ജയരാജ്? തീർച്ചയായും ടോം, ഇത്തരത്തിൽ ഇവിടെ വന്യമൃഗ ആക്രമണം നടക്കുമ്പോൾ, അതല്ലെങ്കിൽ കടുവ ആക്രമണമാണെങ്കിലും ആനയുടെ ആക്രമണം ആകുമ്പോഴും ഒക്കെ ഒരാൾ മരിച്ചതിന് ശേഷമായിരിക്കും അതിന്റെ തുടർ നടപടികൾ. അതുവരെ വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വയനാട് ജില്ലക്കാരെ സംബന്ധിച്ച് ഏറ്റവും, പ്രത്യേകിച്ച് വനാതിർത്തിയിൽ താമസിക്കുന്നവരുടെ ഒരു ഗതികേട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ആക്രമണം നടന്നു അല്ലെങ്കിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഉത്തരവ് ലഭിക്കണമെങ്കിൽ 2-3 ദിവസം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് ആ ഒരു അവസ്ഥ അറിയാവുന്നതുകൊണ്ടാണ് സർവകക്ഷി യോഗത്തിൽ
ഇന്ന് ഉത്തരവ് പുറപ്പെടുവിക്കാതെ അതിന് അല്ലെങ്കിൽ പിന്നോട്ടില്ല എന്നുള്ളൊരു ആവശ്യം വെച്ചത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ ഈ വനവകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുമായി സംസാരിച്ചതിന് ശേഷമാണ് ഇന്ന് തന്നെ ആനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്താൻ അല്ലെങ്കിൽ ഇന്ന് തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അതൊരു പെട്ടെന്നുള്ള നടപടിയായിട്ട് മാറുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആനയെ പിടികൂടാനുള്ള ഒരു ഉത്തരവ് ഇന്ന് തന്നെ ഇറങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ടോം. യെസ് ജയരാജ് ബത്തേരിയാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. വയനാട് വടക്കനാടാണ് കാട്ടാന ആക്രമണത്തിൽ കർഷകൻ മരിച്ചത്. വലിയ പ്രതിഷേധമുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റതായാണ് കണ്ടെത്തിയത്. ഈ വന്യജീവി ആക്രമണത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം, വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ജനങ്ങൾ ഉയർത്തുന്നത്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാവും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.